സന്തോഷർക്ക് വിളിക്കുന്നുണ്ട്. ഹലോ, അതെ, ഞങ്ങള് ഇവിടെ ഒരു ഇന്റർവ്യൂല് ഇരിക്കുക, വരുന്നോ? ഞാൻ ലൊക്കേഷൻ അയക്കാൻ പറയാം മാപ്സിക്കാരോട്. അവിടെ ഞാനുണ്ടാ, ധനഞ്ജയ ഉണ്ടാ, അലിൻ ജോസ് പെരേര ഉണ്ടാ. ധനഞ്ജയ ഉണ്ടെങ്കിൽ വരുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ധനഞ്ജയ വരുന്നില്ല, തീർന്നില്ലേ? നിനക്ക് അത്ര കിട്ടിയാ പോരെ. അങ്ങനെ ധനഞ്ജയ ഇഷ്ടമല്ല അത്ര. മറ്റേ പുള്ളിയൊക്കെ പുള്ളിക്ക് ഒപ്പായിരിക്കും, പക്ഷെ പുള്ളി എല്ലാം ഉപദേശിച്ചു കൊടുക്കും, അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടം. ഏത് ധനഞ്ജയ ചേട്ടന് ഉപദേശം എല്ലാവരും കൊടുക്കും. എനിക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ കോമാളിത്തരം കാണിക്കരുത്, ഇങ്ങനെ അതല്ല. പിന്നെ വേണമെങ്കിൽ ക്രഷ് പറയുന്നത് പറയുന്നുണ്ടാവും. ക്രഷ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും തെറ്റാൻ കാരണം എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല കാണിക്കുന്ന കോമാളിത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാരും തുറന്നു പറയില്ല. അതെ, അല്ല കോമാളിത്തരം ഒന്നും കാണിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് കോമാളിത്തരം പാടില്ല. ക്യാമറ മുമ്പിൽ പറയുന്നത് താങ്കൾ കാണിക്കുന്ന വൈറലാകാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം, അത് മാത്രം കൂടുതൽ പറയുന്നത്. താങ്കൾ മറ്റേ കോമാളിത്തരമാണെന്ന് ഒരു ടാഗ് ചെയ്ത് പറഞ്ഞു. മോശം എടോ, താൻ എന്തെങ്കിലും കാണിച്ചിട്ട് ആൾക്കാർ ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നല്ലേ ഉള്ളൂ. അല്ല, ആരും ആത്മഹത്യ ഒന്നും ചെയ്തോ അല്ലോ. ഇവിടെ ചിലരുടെ ഒക്കെ പണി കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുക. ചില പ്രൊഡ്യൂസർമാരൊക്കെ ആത്മഹത്യ ചെയ്തു സിനിമ എടുത്തിട്ട്. അത് പറഞ്ഞ അത് അടിയുടെ അല്ല, ഈ പ്രൊഡ്യൂസർമാരെ ആത്മഹത്യ ചെയ്യുന്ന സിനിമ കണ്ടിട്ട്. ഇയാളുടെ സിനിമ കണ്ടിട്ട് ഒരു പ്രൊഡ്യൂസർ ആത്മഹത്യ ചെയ്തിട്ടില്ല. എന്തോരം നഷ്ടം ഉണ്ടാക്കുന്ന സിനിമ ഇൻഡസ്ട്രി തകരുന്നു. അതെ, താൻ എന്തൊരു പ്രശ്നം ഇല്ല നടത്തിയത്. AJP മനുഷ്യന്റെ മറ്റേ അറ്റൻഷൻ സ്പാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് എന്നെ പറഞ്ഞു പൊട്ടന്മാരോട് പറഞ്ഞാല്. പിന്നെ ഇനി തിയേറ്ററിൽ ഇറക്കുമ്പോൾ എപ്പോഴും റിവ്യൂ വരും. ഇപ്പൊ റിവ്യൂ വരാണ്ടിരിക്കണമെങ്കിൽ OTT കമന്റ് ബോക്സ് ഓഫ് ചെയ്യാം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി OTT വരുമ്പോ എന്തോ ആയിരിക്കും അത്. ബ്രോയും സന്തോഷം ഈ OTT വരുമ്പോ കുറെ പേര് കയറി നോക്കും, മനസ്സിലായോ, ക്ലിക്ക് ചെയ്ത് കാണും. ഞങ്ങളുടെ ഒരു അതാണ് ഇവരുടെ ഒരു പരിപാടി മാത്രമേ തോന്നുള്ളൂ. പിന്നെ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ പലരും. പെട്ടെന്ന് സിനിമയെ പറ്റി പറയാനാണ് സിനിമയെ പറ്റി പറയാൻ വേണ്ടി നോക്കാറുണ്ട് പലതും. മറ്റേ ആൾക്കാരെ അതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി തോന്നും പറയുന്ന രീതികളായി ശൈലികളൊക്കെ. ഇത് കണ്ട ആരും ഇതിലേക്ക് വരുന്നില്ല, പുതിയതായിട്ട് ആരും വരുന്നില്ല. അങ്ങനെ ആരും വരുന്നില്ല. പേര് ധൈര്യമില്ല. ഇന്നത്തെ മലയാളികൾ പൊട്ടന്മാരല്ല. റിവ്യൂ പറയാനായിട്ട് എന്റെ പ്രായത്തിൽ ആരും വരുന്നില്ല. എങ്ങനെ മനസ്സിലായില്ല? ഇപ്പൊ എന്റെ ഒരു പ്രായം അല്ലെങ്കിൽ ആറട്ടന്റെ പ്രായത്തിൽ ആൾ ഇങ്ങനത്തെ ഒരു വൈറൽ സാറ്റത്തിലേക്ക് വരുന്നില്ല, കൂടുതൽ എത്തിക്കുന്നില്ല മീഡിയക്കാര്. രണ്ടുപേരെ മാത്രമേ ഫോക്കസ് ചെയ്താൽ മീഡിയ പോകുന്നു. പിന്നെ ചെകുത്താൻ സാറൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ റിവ്യൂ അല്ല അതല്ല, വല്ലപ്പോഴൊക്കെ വീഡിയോയിലൊക്കെ വരുന്നുണ്ടല്ലോ ഓരോ വിഷയങ്ങൾ. ഞാൻ സിനിമ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ ഈ സിനിമ കണ്ടില്ല, പക്ഷെ പലരും പറയുന്നത് റിവ്യൂ ആണ്. അത് തെറ്റി കേൾക്കുന്ന മനസ്സിലാവും. അവർക്ക് വർക്ക് ആവുന്നില്ലെന്ന് തോന്നുന്നു. ഏതാ ഞാൻ പറയുന്നത്? വർക്ക് ആവുന്നില്ല കേട്ടോ. വളരെ കുറച്ച് പേർക്കേ വർക്ക് ആവത്തുള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടില്ല. തിയേറ്ററിന് മുന്നിൽ നിന്ന് പറയുന്നില്ല, താങ്കളെ ഒരു മറ്റേ വീട്ടിൽ മുറിയിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ മുറി അല്ലെങ്കിൽ ഫ്ലാറ്റിന് മുറിയിൽ നിന്ന് പറയുന്നുള്ളൂ. അത് വ്യത്യാസം. ഞങ്ങള് മറ്റേ തിയേറ്ററിൽ പറയുന്നത് പലർക്കും അറിയാം, സിനിമ കണ്ട ഇറങ്ങി വന്നിരുന്ന് അറിയാം. പലരും സിനിമ കാണേണ്ട റിവ്യൂ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആറട്ടണ്ണൻ ഏതോ വിത്തിൻ സെക്കൻഡ്സ് മാത്രമേ കാണാണ്ട് പറഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം കണ്ടിട്ടാ പറഞ്ഞു. ആറട്ടണ്ണന്റെ ഒരു വഴി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭയങ്കര പ്രശസ്തി അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനൊന്നുമില്ല, അവര് തമ്മിൽ അങ്ങനത്തെ പ്രശ്നമല്ലേ.